കടമ്മനിട്ട പടയണിയുടെ തുടക്കം മേട 1-നാണ്. മേട 1-ന് തുടങ്ങി മേടം 10-ന് അവസാനിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. നൂറ്റാണ്ടുകളായിട്ട് തന്നെ നടന്നു പോകുന്ന സമ്പ്രദായം അങ്ങനെ തന്നെയാണ്. മേട 1-ന് രാത്രി 7:30 നാഴിക ഇരുട്ടിയതിന് ശേഷം, ഏതാണ്ട് ഒരു രാത്രി 9 മണിക്ക് ശേഷം, കടമ്മനിട്ടയിലെ തന്നെ പഴയ തറവാടുകളിലൊന്നായ ഐക്കാട്ട് കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ചൂട്ട് ശ്രീകോവിലിൽ നിന്ന് മേൽശാന്തി കത്തിച്ച് പടയണി ആശാനിലേക്ക് കൈമാറുകയും പടയണി ആശാന് പിന്തിരിയാതെ പുറമോട്ട് നടന്ന് പടയണിക്കളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ചൂട്ടുകല്ലിൽ ഈ ചൂട്ട് ഇറക്കി വെച്ച് പച്ചത്തപ്പ് കൊട്ടി കൂകി വിളിച്ച് കാവുണർത്തുന്ന ചടങ്ങാണ് ആദ്യത്തെ ദിവസം. ഇത്രയും ചടങ്ങുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഐക്കാട്ട് കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നാളികേരം ആ കുടുംബത്തിൽ തന്നെ പെട്ട അവകാശി മുറിച്ച് അതിനകത്ത് അക്ഷതവും തുളസിപ്പൂവും ഇട്ട് രാശി നോക്കി ആ ഒരു 10 ദിവസത്തെ പടയണിക്കാലത്തിൻ്റെ അനുഭവം എന്തായിരിക്കും എന്നുള്ളതുകൂടെ ആ രാശിഫലത്തിലൂടെ അറിഞ്ഞതിന് ശേഷം അന്ന് പടയണിക്കളം വിട്ട് എല്ലാവരും പോകും. 1-ാം ദിവസം അതുകൊണ്ട് ചടങ്ങുകൾ അവസാനിക്കുകയാണ്. 2-ാം ദിവസം മേടം 2-ന് ഇതേപോലെ തന്നെ രാത്രി 7:30 നാഴിക ഇരുട്ടിയതിന് ശേഷം അന്ന് ചൂട്ട് വയ്ക്കില്ല. 1-ാം ദിവസം ചൂട്ട് വെച്ചതുകൊണ്ട് 2-ാം ദിവസം നിലവിളക്കിന് മുമ്പിൽ പച്ചത്തപ്പ് കൊട്ടി കൂകി വിളിച്ച് കാവണർത്തുന്ന ഒരു രീതിയാണുള്ളത്. 3-ാം ദിവസം ആകുമ്പോഴേക്കും പടയണിയുടെ സമഗ്ര രൂപത്തിലേക്ക് അത് എത്തിച്ചേരും. അതായത് തപ്പ് ഒരു 1.5 മണിക്കൂർ സമയം കത്തിയാളുന്ന അഗ്നിക്ക് ചുറ്റും വെച്ച് ചൂടാക്കി പാഞ്ചിത്തോൽ അല്ലെ പാണലിൻ്റെ തോല് കറ്റ കെട്ടിയതുകൊണ്ട് തൂത്ത് തണുപ്പിച്ച് വീണ്ടും ചൂടാക്കി വീണ്ടും തണുപ്പിച്ച് അങ്ങനെ ക്രമാനുഗതമായിട്ട് 1.5 മണിക്കൂർ സമയം കൊണ്ട് അത് മണിനാദത്തിലേക്ക് എത്തിക്കുകയാണ്. ഇതിൻ്റെ പിന്നൊരു സങ്കല്പം എന്ന് പറയുന്നത് ഇത് കാളിക്ക് വേണ്ടിയുള്ള സമർപ്പണമാണ്. കാളി അഗ്നിയാണ്. ആ അഗ്നിയിൽ തന്നെ സ്ഫുടം ചെയ്തെടുക്കുന്ന വാദ്യം ആണ് തപ്പ്. അതിന് അങ്ങനെ ഒരു വൈശിഷ്ട്യം അതിന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കാച്ചിയെടുത്ത തപ്പിൽ ഒരു 1.5 മണിക്കൂർ സമയം മേളക്കാർ പടയണിക്കളത്തിൽ വട്ടമിട്ടിരുന്ന് മേളം നടത്തും. മേളാന്ത്യമാകുമ്പോഴേക്കും കരകളിൽ നിന്ന് എഴുതിയെടുത്ത കോലങ്ങളൊക്കെ ആയിട്ട് ആഘോഷപൂർവ്വം ചെണ്ടമേളത്തിൻ്റെയും വള്ളപ്പാട്ടിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലെ പടയണിക്കളത്തിലേക്ക് ആഘോഷപൂർവ്വം കൊണ്ടുവന്നെത്തിച്ച് അവിടെ ഒരു കാപ്പിലി എന്ന് പറയുന്നൊരു ചടങ്ങ് നടക്കും. കാപ്പിലി എന്ന് പറയുമ്പോൾ കാവിൻ്റെ ഒലിയാണെന്ന് പറയുന്നുണ്ട്, കാവ് ഉണർത്തലാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ദേശം മുഴുവൻ ഉണരുന്ന ഒരു ആഘോഷമാണ് ആ ഒരു ചെറിയ നിമിഷത്തിനുള്ളിൽ ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ പടയണിയിലെ ഓരോരോ ഇനങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയാണ്. 3-ാം ദിവസം വെളിച്ചപ്പാട് തുള്ളി, അതിനുശേഷം താവടി തുള്ളി, പിന്നീട് പുലവൃത്തം പറഞ്ഞ് പടയണിയുടെ പുരാവൃത്തം പാടുന്നതാണ് ഈ പുലവൃത്തം എന്ന് പറയുന്നത്. അങ്ങനെ ആ പുലവൃത്തം ചടങ്ങുകളും കഴിഞ്ഞതിന് ശേഷം വിനോദമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരദേശി ഇറങ്ങും. തുടർന്ന് അങ്ങോട്ട് കോലങ്ങളാണ്. മുഖ്യമായിട്ട് അന്ന് പിശാച് കോലം, അതുപോലെ തന്നെ മറുതാക്കോലം, യക്ഷിക്കോലം, സുന്ദരയക്ഷി തുടങ്ങിയിട്ടുള്ള കോലങ്ങൾ അരങ്ങത്ത് വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതെല്ലാം ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് ആളുകൾ തയ്യാറായി വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഓരോ ദിവസവും കൂട്ടക്കോലങ്ങൾ എന്നുള്ള രീതിയിൽ, അതായത് പഞ്ചകോലങ്ങളും ഭൈരവിക്കോലും കാലംകോലും അടങ്ങുന്ന ഒരു രീതിയിലേക്ക് അത് മാറുന്നുണ്ട്. അങ്ങനെ 3-ാമത്തെ ദിവസം തന്നെ ഭൈരവി അടങ്ങുന്ന ഒരു വിപുലമായ പടയണിയുടെ ആഘോഷമായിരിക്കും ഉണ്ടാവുക. തുടർന്ന് 4-ാം ദിവസം വീണ്ടും ഈ 3-ാം ദിവസത്തിലേതുപോലെ തന്നെയുള്ള ഒരു ആവർത്തനം ഉണ്ടാവും. 5 എന്ന് പറയുന്നത് ചെറിയ ഇടപടയണിയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ആ ദിവസം ഈ 3-4 ദിവസങ്ങളിലുള്ളതുപോലെ തന്നെ അത്രയും ഇനങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു 3-4 മണിക്കൂർ രാത്രി ഉൾക്കൊള്ളുന്ന ഒരു പടയണി ചടങ്ങുകളെല്ലാം ഉണ്ടാവും. തുടർന്ന് 6-ാം ദിവസമാണ് പടയണിയിലെ പ്രധാന ഇനങ്ങളിൽ ഒന്ന്. ഒരു ദിവസം, അതായത് അടവി എന്ന് നമ്മൾ പറയും. അടവി ആരാധന നടത്തുന്ന പ്രമുഖമായ ദിവസമാണ് ഈ മേടം 6. അപ്പോൾ അന്നേ ദിവസം ഈ ചടങ്ങുകൾക്കൊക്കെ കൂടാതെ അതിനോടൊപ്പം തന്നെ അടവി ആരാധന അല്ലെങ്കിൽ അടവി ആഘോഷം ഒരു സമർപ്പണം കൂടെ നമ്മളവിടെ നടത്തുന്നുണ്ട്. അടവി പ്രധാനമായിട്ട് വരുന്നത് നമ്മൾ താവടി പുലർത്തമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് പടയണിക്കളത്തിലേക്ക് ആഴി കൂട്ടി ആ ആഴിയിലേക്ക് വെട്ടിയെടുത്ത പനയ്ക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് പഞ്ചഭൂത സങ്കല്പം പോലെ തന്നെ കാവിലെ പഞ്ചവൃക്ഷങ്ങളിലൊന്നാണ് പന. ഈ പന വെട്ടിയെടുത്തത് ആളുകൾ ആർപ്പും കുരവിയും ഒക്കെ ആയിട്ട് പടയണിക്കളത്തിലേക്ക് കൊണ്ടുവന്ന് ഈ ആഴിക്ക് മുകളിലൂടെ ഇത് ഓടിച്ച് ആഴി അഴിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആഴി അഴിച്ചതിന് ശേഷം ഈ പന പടയണിക്കളത്തിൽ നിവർത്ത് പനങ്കൈകളൊക്കെ ഓടിച്ച് അവസാനം ആ അടവിയുടെ ചടങ്ങുകൾ തീരുമ്പോഴേക്കും ഈ അടവി മറിക്കുക എന്ന് പറയും. ഈ പന മറിച്ച് നമ്മളെ കളത്തിൽ നിന്ന് ഇതം കൊണ്ടുപോയായിരുന്നു. ഇത് വൃക്ഷാരാധനയുടെയും കാവിൻ്റെ വിപുലമായിരുന്ന അടവി അല്ലെങ്കിൽ വനത്തിൻ്റെ ആരാധനയുടെയും ഒക്കെ ഒരു സമ്പ്രദായമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം പടയണിയുടെ കാലപ്പഴക്കമൊക്കെ വെച്ച് അതിൻ്റെ ചരിത്രമൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2000 വർഷത്തിനപ്പുറം വരെയുള്ള അനുഷ്ഠാനങ്ങളിൽ ഈ അംശങ്ങളൊക്കെ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെ അതേപടി
സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് പടയണിയിൽ. അപ്പോൾ അടവിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം അതാണ്. ഒരു സംഘകാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന അടവി ആരാധനയുടെ അതേ പതിപ്പ് തന്നെ ഇന്നും 2026 എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലും ആവശ്യമായി വരുന്നു. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ആ പാരിസ്ഥിതിക പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കപ്പെടുന്നതിനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിൽ വൃക്ഷങ്ങളെ സംരക്ഷിക്കാൻ, വായുവിനെ സംരക്ഷിക്കാൻ, ശുദ്ധജലം നിലനിർത്താൻ ഒക്കെയുള്ള ഒരു ആഹ്വാനം ഈ പറയുന്ന ഈ അടവി എന്ന് പറയുന്ന ആ ഒരു ചടങ്ങിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം മുൻ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് കൂടാതെ പക്ഷിക്കോലും നമ്മൾ അരങ്ങത്ത് ഇറക്കും. തുടർന്ന് 7-ാം ദിവസം വലിയ പടയണിയാണ്. ശരിക്കും 2 വലിയ പടയണികൾക്കിടയ്ക്കുള്ള ഒരു ദിവസമായതുകൊണ്ട് ഒരു 4-ാം ദിവസത്തെയും 5-ാം ദിവസത്തെയും പടയണിയുടെ ഏറെക്കുറെ അതേ ചടങ്ങുകളായിരിക്കും 7-ാം ദിവസം ഉണ്ടാവുക. തുടർന്ന് 8-ാം ദിവസം പടയണിയുടെ ഏറ്റവും പ്രധാനമായ ദിവസമാണ്, അതായത് വലിയ പടയണി ദിവസം. അന്നേ ദിവസം പടയണി ചടങ്ങുകൾ ആരംഭിക്കുമ്പോൾ ക്ഷേത്രനട തുറന്നിരിക്കും. പടയണി ചടങ്ങുകൾ പൂർത്തിയാകുന്നതും വരെ ക്ഷേത്രനട അടയ്ക്കാതെ തന്നെയാണ് അവിടെ ചടങ്ങുകൾ പടയണിക്കളത്തിൽ നടത്തുന്നത്. ഏതാണ്ട് എല്ലാ ഇനങ്ങളും അന്നേ ദിവസം ഈ അടവിയിൽ ഉപയോഗിച്ച അടവിയുടെ ചടങ്ങുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ ഇനങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ വലിയ പടയണിയുടെ ആഘോഷം പൂർത്തീകരിക്കുക. അന്നേ ദിവസത്തിൻ്റെ പ്രത്യേകത ഇതുപോലെ രാത്രി ഒരു 9-10 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങി വെക്കുന്ന പടയണിയുടെ ചടങ്ങുകൾ നേരം വെളുത്ത് സൂര്യോദയം കണ്ട് അവസാനിപ്പിക്കാറുള്ളൂ. അതിനുശേഷം പടയണി അന്ന് സമാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മംഗളഭൈരവി ഉണ്ടാവും. മംഗളഭൈരവി കൂടാതെ അന്ന് പൂപ്പട വാരുക എന്ന ചടങ്ങുണ്ട്. പൂപ്പട കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ ഈതിബാധകൾ നമ്മുടെ ഗ്രാമത്തെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഭഗവതി എത്രമാത്രം ബാധിച്ചിട്ടുണ്ടോ അതിനെയൊക്കെ പരിഹരിച്ച് ഗ്രാമത്തെയും ഭഗവതിയെയും ശുദ്ധീകരിക്കുന്നതിനാണ് പടയണി എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ഇനിയും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഈതിബാധകളെ കൂടെ ഒഴിവാക്കുന്നതിനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിച്ചുവിടുന്നതിനോ വേണ്ടിയാണ് പൂപ്പട. തുടർന്ന് കരവഞ്ചി ഇറക്കും. കരവഞ്ചി നമുക്കറിയാം, ഈ വള്ളംകളിയുടെ ഒരു പ്രദേശമാണല്ലോ ഈ മധ്യ തിരുവിതാംകൂർ. പമ്പയുടെ സംസ്കൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പടയണി. ആ നിലയ്ക്ക് നദിയില്ലാത്ത കടമനട്ടയിൽ കരവഞ്ചി ഭഗവതിക്ക് മുമ്പിൽ ആളുകൾ ചേർന്ന് നിന്ന് ഒരു വഞ്ചിയുടെ രൂപത്തിൽ, ഒരു ചുണ്ടൻവള്ളത്തിൻ്റെ രൂപത്തിൽ നിന്ന് വള്ളപ്പാട്ട് പാടി ഭഗവതിയെ പ്രകീർത്തിക്കുന്നതാണ് കരവഞ്ചി. കരവഞ്ചി കഴിഞ്ഞിട്ട് കളിത്തട്ടിലേക്ക് മാറി അവിടെ തട്ടുമേക്കളിയോടുകൂടി ആ വലിയ പടയണിയുടെ ചടങ്ങുകൾ നമ്മൾ പൂർത്തിയാക്കും. പിന്നെ ആ ഒരു ദിവസം പള്ളി ഉറക്കം എന്നാണ് നമ്മൾ പറയുക. 9-ാം ദിവസം അന്ന് ഭഗവതി ഉറങ്ങുകയാണ്, അതുപോലെ തന്നെ ദേശം ഉറങ്ങുകയാണ്. അന്ന് വേറെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ 10-ാം ദിവസം ആകുമ്പോൾ 10-ൻ്റെ അന്ന് രാവിലെ നമ്മളൊരു 9 മണിയോടുകൂടി പകൽ പടയണിയുടെ ചടങ്ങുകൾ ആരംഭിക്കും. ബാക്കിയുള്ളതൊക്കെ രാത്രിയിലായിരുന്നെങ്കിൽ, പടയണി കളത്തിലായിരുന്നെങ്കിൽ, ഈ 10-ാം ദിവസത്തെ നിർത്ത് പടയണിക്ക് വേണ്ടി പടയണിക്കളം മാറിയിട്ട് ആൽച്ചൂട്ടിലേക്ക് മാറി രാവിലെ 9 മണിയോടുകൂടി നിലവിളക്ക് കത്തിച്ച് അതിൻ്റെ മുമ്പിൽ തപ്പുമേളവും തുടർന്ന് താവടി പലവൃത്തം പോലുള്ള പരദേശി അടക്കമുള്ള ഇനങ്ങളൊക്കെ അവതരിപ്പിക്കും. കോലങ്ങളൊന്നും ഉണ്ടാവില്ല. കോലങ്ങളൊക്കെ വലിയ പടയണിയോടുകൂടി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ചടങ്ങുകളോടുകൂടി ആ പകൽ പടയണി അവസാനിക്കും. തുടർന്ന് രാത്രിയിൽ പുറത്തെഴുന്നള്ളത്ത് കഴിയുമ്പോൾ, അതായത് ആ പിണ്ടിയും വിളക്കുമായിട്ട് ഭഗവതി പുറത്ത് എഴുന്നള്ളി അതിന് ശേഷം അകത്ത് കയറി കഴിയുമ്പോൾ ഈ കൊട്ടയടയ്ക്കുക എന്നൊരു ചടങ്ങുണ്ട്. തുടങ്ങി വെച്ച ദിവസം എങ്ങനെയായിരുന്നോ ചൂട്ട് വെച്ച് അതേപോലെ തന്നെ ഒരു ചൂട്ടുമായിട്ട് ക്ഷേത്രത്തിന് വലത്ത് വെച്ച് 4 നടയിലും തപ്പിൽ കൊട്ടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ അതിന് മുന്നേ ഈ പടയണിയുടെ ഒരു കഥയിൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട്. ദാരിക നിഗ്രഹം കഴിഞ്ഞ കാളിയുടെ കോപം അടക്കാൻ വേണ്ടി ശിവഭൂതഗണങ്ങൾ നടത്തിയ പ്രകടനങ്ങളാണ് പിൽക്കാലത്ത് ഓരോ ദേശത്തിൻ്റെയും കരദേവതയുടെ പ്രീതിക്കും സന്തോഷത്തിനും വേണ്ടി ആ കരക്കാരെ എല്ലാം കൂടെ ചേർന്നിട്ട് അതേ കാര്യങ്ങൾ തന്നെ അനുവർത്തിക്കപ്പെട്ടത് പടയണിയായി മാറിയെന്നൊരു കഥ ഇതിൻ്റെ പിന്നിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ സംതൃപ്തിയായി പടയണി കളത്തിൽ നിൽക്കുന്ന ഭഗവതിയെ തിരിച്ച് അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ട് കളം കാണിക്കുക എന്നൊരു ചടങ്ങുണ്ട്. അത് ഭഗവതിയുടെ ഭദ്രകാളിയുടെ രൂപം കളം വരച്ച് പാട്ടമ്പലത്തിൽ വരച്ചിട്ടിരിക്കുന്നിടത്തേക്ക് ഭഗവതിയെ ആനയിച്ച് ആ കളം കണ്ടതിന് ശേഷം തിരിച്ച് ശ്രീകോവിലേക്ക് ഇടുന്നുള്ള ഭഗവതിയെ ജീവിതയിലാണ് ഈ ആപ്പിണ്ടി വിളക്കുമായിട്ട് ക്ഷേത്രബലത്തിന് വേണ്ടി പുറത്തിറങ്ങുക. ആ ചടങ്ങിന് ശേഷമാണ് നമ്മൾ കൊട്ടിയടക്കം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൊണ്ട് പടയണിയുടെ ആ ഒരു വർഷത്തെ പടയണിയുടെ എല്ലാ ചടങ്ങുകളും അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം നാളികേരം വീണ്ടും മുറിച്ച്, അത് നെടുമ്പുറ എന്ന് പറയുന്ന കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നാളികേരം അവിടെ വെച്ച് മുറിച്ച് അന്നും അതേപോലെ തന്നെ രാശി നോക്കും. ആ രാശി നോക്കുന്നത് അടുത്ത ഒരു വർഷക്കാലത്തേക്ക് ഭഗവതിയുടെ പ്രീതി എങ്ങനെയാണ്, ഭഗവതി സന്തുഷ്ടയാണോ, ഭഗവതി സന്തുഷ്ടയായെങ്കിലേ ഗ്രാമം സന്തുഷ്ടമാവുകയുള്ളൂ, സമൃദ്ധമാവുകയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി അതിൻ്റെ ഫലവും അറിഞ്ഞിട്ട് ആളുകൾ അവരവരുടെ കുടികളിലേക്ക് മടങ്ങുന്ന ഒരു രീതി. അത് ഇങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് അനുവർത്തിച്ച് പോരുന്നതിന് ഒരു മാറ്റവും വരുത്താതെ നമ്മൾ ഇന്ന് നിലനിർത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സാങ്കേതികമായിട്ടായാലും
അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു മൈക്രോയുടെ കാലഘട്ടമാണ്, നാനോയുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ പോലും എത്ര നൂറ്റാണ്ടുകൾക്ക് പുറകിൽ എങ്ങനെയായിരുന്നോ പടയണി അവതരിപ്പിച്ചിരുന്നത് അതേ ചടങ്ങ് പോലെ അതേ രീതിയിൽ തന്നെ പച്ചപ്പാളയിൽ കോലങ്ങൾ എഴുതുക, അതുപോലെ തന്നെ കോലങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ബ്രഷ്, അതിന് മഷിക്കോലം എന്നാണ് പറയുന്നത്, അത് ഈ കുരുത്തോലയുടെ മടൽ ചതച്ചുണ്ടാക്കുന്ന ബ്രഷ് കൊണ്ട് ആണ് ഇത് എഴുതുന്നത്. അവിടെ ഒന്നും സിന്തറ്റിക്കായിട്ടുള്ള യാതൊരു സാധനങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. ചൂട്ട് വെളിച്ചെടുത്തിനാണ് പടയണി അന്നും ഇന്നും. കാരണം അഗ്നിയില്ലാതെ പടയണിയില്ല, ഭഗവതി ഇല്ലാതെ പടയണിയില്ല, കാളി കത്തി നിൽക്കുന്ന ആ അഗ്നിയില്ലാതെ നമുക്ക് പടയണി നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിനൊന്നും ഒരു മാറ്റവും വരുത്താതെ പഴയകാല സംസ്കൃതി എങ്ങനെയായിരുന്നോ, നമ്മുടെ പൂർവ്വ സമൂഹം എങ്ങനെയാണോ ജീവിച്ചിരുന്നത്, അതൊക്കെ ഒരു പാഠമായിട്ട് പകർന്നു നൽകാൻ പറ്റുന്ന ഒരു വേദി കൂടിയായിട്ട് പടയണി നിലനിൽക്കുന്നു.